ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്നും വാക്സിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള മിഥ്യാധാരണയിലും അകപ്പെടരുതെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വാരാന്ത്യ നിയന്ത്രണങ്ങൾ തുടരുന്നു. പ്രതിദിന രോഗബാധയിൽ വർധന രേഖപ്പെടുത്തിയ എറണാകുളത്തും കോഴിക്കോടും നിയന്ത്രണങ്ങൾ കർശനമാക്കി. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ച് 100ാം ദിനത്തിൽ അതിവേഗം 14 കോടി ഡോസ് വാക്സിൻ നൽകുന്ന രാജ്യമായി ഇന്ത്യ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള കാത്തിരിപ്പിന് ഒരാഴ്ച കൂടി. പശ്ചിമബംഗാളിൽ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. IPL-ൽ ഇന്ന് ചെന്നൈ ബംഗളൂരുവിനെയും ഹൈദരാബാദ് ഡൽഹിയെയും നേരിടും. വാർത്തകൾ വിശദമായി. എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്നും വാക്സിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള മിഥ്യാധാരണയിലും അകപ്പെടരുതെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ക്ഷമയെയും സഹിഷ്ണുതയെയും പരിമിതികളെയും പരീക്ഷിക്കുന്ന സമയത്താണ് ഇത്തവണ മൻ കി ബാത്തിലൂടെ സംവദിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. कोरोना की पहली वेव का सफलतापूर्वक मुकाबला करने के बाद देश हौसले से भरा हुआ था, आत्मविश्वास से भरा हुआ था, लेकिन इस तूफान ने देश को झकझोर दिया है. साथियों, बीते दिनों इस संकट से निपटने के लिए मेरी अलग अलग सेक्टर्स के एक्सपर्ट्स के साथ, विशेषज्ञों के साथ लंबी चर्चा हुई. उन्होंने अपने महत्वपूर्ण सुझाव सरकार को दिए. इस समय हमें इस लड़ाई को जीतने के लिए एक्सपर्ट्स और वैज्ञानिक सलाह को प्राथमिकता देनी है. മരുന്ന് വ്യവസായ മേഖല, വാക്സിൻ നിർമ്മാതാക്കൾ, ഓക്സിജൻ ഉത്പാദകർ, ആരോഗ്യ വിദഗ്ധർ എന്നിവരോട് ചർച്ച നടത്തിയ കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ ഡോക്ടർമാരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ശ്രീ മോദി സംവദിച്ചു. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കുവച്ച വിവരങ്ങൾ സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈയിൽ നിന്നുള്ള പ്രശസ്ത ഡോക്ടർ ശശാങ്ക് ജോഷി, ശ്രീനഗറിൽ നിന്നുള്ള ഡോക്ടർ നവീദ് നസീർ ഷാ, റായ്പൂരിലെ ഡോക്ടർ BR അംബേദ്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന നഴ്സ് ശ്രീമതി ഭാവന ധ്രുവ്, ബാംഗ്ലൂരിൽ നിന്നുള്ള സിസ്റ്റർ സുരേഖ, ആംബുലൻസ് ഡ്രൈവറായ ശ്രീ പ്രേം വർമ്മ എന്നിവർ തത്സമയം മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രിയുമായി വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവച്ചു. 45 വയസ്സിന് മുകളിലുള്ളവർ സൗജന്യ പ്രതിരോധ കുത്തിവയ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മെയ് 1 മുതൽ രാജ്യത്ത് 18 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമാകും. വെല്ലുവിളി നിറഞ്ഞ സമയത്ത് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ തങ്ങളാൽ ആവുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഒരു പൗരൻ എന്ന നിലയിലുള്ള കടമകൾ നിർവഹിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. एक नागरिक के तौर पर हम अपने जीवन में जितनी कुशलता से अपने कर्तव्यों को निभाएंगे, संकट से मुक्त होकर भविष्य के रास्ते पर उतनी ही तेजी से आगे बढ़ेंगे. इसी कामना के साथ मैं आप सभी से एक बार फिर आग्रह करता हूं कि वैक्सीन हम सबको लगवाना है और पूरी सावधानी भी रखनी, दवाई भी कड़ाई भी. इस मंत्र को कभी भी नहीं भूलना है. हम जल्द ही साथ मिलकर इस आपदा से बाहर आएंगे. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നലെ ആരംഭിച്ച വാരാന്ത്യ നിയന്ത്രണങ്ങൾ ഇന്നും കർശനമായി തുടരുന്നു. പോലീസ് വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. അവശ്യ സർവീസുകൾക്ക് അനുവാദമുണ്ട്. അനാവശ്യ യാത്രകൾ തടയുന്നതിന്റെ ഭാഗമായി കാരണം ബോധ്യപ്പെടുത്തുന്ന രേഖയോ സ്വയം തയ്യാറാക്കിയ സത്യപ്രസ്താവനയോ നിർബന്ധമാക്കിയിട്ടുണ്ട്. KSRTC ബസ്സുകൾ 60% സർവീസ് നടത്തുന്നു. പള്ളികളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് വൈദികർക്കും വിശ്വാസികൾക്കും ക്രൈസ്തവ സഭകളുടെ നിർദ്ദേശം. KCBCയും യാക്കോബായ സഭയും ഇത് സംബന്ധിച്ച സർക്കുലറുകൾ പുറത്തിറക്കി. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം. വോട്ടെണ്ണൽ ദിവസം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന ആവശ്യം യോഗം ചർച്ച ചെയ്യും. യോഗ തീരുമാനം കൂടി പരിഗണിച്ചായിരിക്കും മെയ് 2 ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന ഹർജികളിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാവുക. കോവിഡ് രോഗവ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോൺ, ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ. ജില്ലയിൽ ഏപ്രിൽ ആദ്യം 10% രോഗസ്ഥിരീകരണ നിരക്ക് ഇപ്പോൾ 23% മുകളിലാണ്. രോഗവ്യാപനം തടയാനും പ്രതിസന്ധി രൂക്ഷമാകാതിരിക്കാനുമുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടികൾ. കോഴിക്കോട് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൊറോണ കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമായി. കോവിഡ് സ്ഥിരീകരിച്ചവരുടെ വിവരങ്ങൾ COVID-19 ജാഗ്രതാ പോർട്ടലിൽ നിന്നും ശേഖരിച്ച് സമ്പർക്കത്തിലേർപ്പെട്ടവരുടെ വിവരങ്ങൾ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യും. അധ്യാപകരെയാണ് കൺട്രോൾ റൂം സേവനത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്.
നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക. ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ച 100ാം ദിനത്തിൽ അതിവേഗം 14 കോടി ഡോസ് വാക്സിൻ നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇന്നലെ വരെയുള്ള 99 ദിവസത്തെ കണക്കനുസരിച്ച് രാജ്യത്ത് 14 കോടിയിലധികം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആദ്യ ഡോസ് എടുത്ത 92,89,000-ത്തിലധികവും രണ്ടാം ഡോസ് എടുത്ത 60 ലക്ഷത്തിലധികവും ആരോഗ്യ പ്രവർത്തകർ ഇതിൽ ഉൾപ്പെടുന്നു. 1,19,00,000-ത്തിലധികം മുൻനിര പോരാളികൾ ഒന്നാം ഡോസും 62 ലക്ഷത്തിലധികം മുൻനിര പോരാളികൾ രണ്ടാം ഡോസും എടുത്തു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,49,691 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,69,60,172 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2,767 പേർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടതോടെ ആകെ മരണസംഖ്യ 1,92,311 നിലവിൽ 26,82,751 സജീവ കേസുകളാണ് രാജ്യത്തുള്ളത്. 2,17,113 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,40,85,110 സംസ്ഥാനത്ത് ഇന്നലെ 26,685 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7,067 പേർ രോഗമുക്തി നേടി. 20.35% രോഗസ്ഥിരീകരണ നിരക്ക്. കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ 3,000-ലേറെ കോവിഡ് കേസുകളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് പുതിയ കോവിഡ് കേസുകളിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും എറണാകുളം ജില്ലയിൽ ആശങ്ക ഒഴിയുന്നില്ല. വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും. വിശദാംശങ്ങളുമായി എറണാകുളം ജില്ലാ പ്രതിനിധി ജോസഫ് മാർട്ടിൻ. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും എറണാകുളം ജില്ലയിൽ ഉയർന്നുകൊണ്ടിരുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്നലെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ ഇന്നലെ 3,320 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചത് തൃക്കാക്കരയിലാണ്, 216 പേർ. ജില്ലയിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 32,167 ഇന്നലെ ജില്ലയിൽ നിന്നും കോവിഡ്-19 പരിശോധനകളുടെ ഭാഗമായി സർക്കാർ സ്വകാര്യ മേഖലയിൽ നിന്നായി 15,250 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ തോതനുസരിച്ച് ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി ഓക്സിജൻ ലഭ്യതയും ചികിത്സയ്ക്ക് ആവശ്യമുള്ള കിടക്കുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കാൻ മന്ത്രി VS സുനിൽകുമാർ പങ്കെടുത്ത ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ തീരുമാനമായി. ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാപനം കൂടാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കി അതനുസരിച്ച് സൗകര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരുക്കും. വരുന്നാഴ്ച 1,500 ഓക്സിജൻ കിടക്കുകളും അതിനടുത്ത ആഴ്ച 2,000 ഓക്സിജൻ കിടക്കുകളും ഒരുക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ഓക്സിജൻ കിടക്കുകൾ ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. കോവിഡ് രോഗികളുടെ എണ്ണം 6 ദിവസം കൊണ്ടാണ് ജില്ലയിൽ ഇരട്ടിയാകുന്നത്. 40,000 പേർ വരെ ഒരേ സമയം രോഗികളായാലും ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. തെരഞ്ഞെടുപ്പ് ഫലമറിയാനുള്ള കാത്തിരിപ്പിന് ഒരാഴ്ച കൂടി. ഏപ്രിൽ 6 വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ശ്രദ്ധ കോവിഡ് പ്രതിരോധത്തിന് വഴിമാറിയെങ്കിലും ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം നിലയിലും മുന്നണി തലത്തിലും കണക്കുകൾ ഇഴകീറി പരിശോധിക്കുന്നു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 5 ജില്ലകളിലായി 34 സീറ്റുകളിലേക്കാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 37 വനിതകൾ ഉൾപ്പെടെ 268 സ്ഥാനാർത്ഥികൾ വോട്ടെടുപ്പിൽ മത്സരരംഗത്തുണ്ട്. പാലക്കാട് തത്തമംഗലം അങ്ങാടിവേലയുടെ ഭാഗമായി 20-ലധികം കുതിരകളെ അണിനിരത്തി കോവിഡ് മാനദണ്ഡങ്ങൾ മറികടന്ന് കുതിരയോട്ടം നടത്തിയ സംഭവത്തിൽ ഇതുവരെ 18 പേർ അറസ്റ്റിലായി. വർഷത്തിലൊരിക്കൽ നടക്കുന്ന അങ്ങാടിവേലയിൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കുതിരയോട്ടത്തിന് അനുമതി നൽകിയിരുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ന് ലോക മലേറിയ ദിനം. മലമ്പനി നിർമ്മാർജ്ജനം ലക്ഷ്യത്തിനരികെ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. മലമ്പനി രോഗത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കാനും രോഗത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാനും പ്രതിജ്ഞ ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് 2ാം മത്സരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്നും വാക്സിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള മിഥ്യാധാരണയിലും അകപ്പെടരുതെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വാരാന്ത്യ നിയന്ത്രണങ്ങൾ തുടരുന്നു. പ്രതിദിന രോഗബാധയിൽ വർധന രേഖപ്പെടുത്തിയ എറണാകുളത്തും കോഴിക്കോടും നിയന്ത്രണങ്ങൾ കർശനമാക്കി. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ച് 100ാം ദിനത്തിൽ അതിവേഗം 14 കോടി ഡോസ് വാക്സിൻ നൽകുന്ന രാജ്യമായി ഇന്ത്യ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള കാത്തിരിപ്പിന് ഒരാഴ്ച കൂടി. പശ്ചിമബംഗാളിൽ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. IPLൽ ഇന്ന് ചെന്നൈ ബംഗളൂരുവിനെയും ഹൈദരാബാദ് ഡൽഹിയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.